മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, കൈ ശോഷിച്ചവനോട് യേശു പറഞ്ഞ് എഴുന്നേറ്റ് നടുവിലേക്ക് വിടുക. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവം ഇടപെടണമെങ്കിൽ മാനുഷികമായ സഹകരണം ആവശ്യമാണ് എന്ന് കാണിക്കുന്ന ഒരു തിരുവചനമാണ് കണ്ടുമുട്ടുക. കൈ ശോഷിച്ച മനുഷ്യൻ സൗഖ്യം ആവശ്യമായ ഒരു വ്യക്തിയാണ്. അവൻ്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നിട്ട് അവനോട് പറയുന്നൊരു വാക്യമുണ്ട്, നീ എഴുന്നേറ്റ് നടുവിലേക്ക് വരിക. വിശ്വാസത്തിൻ്റെ നടുവിലേക്ക് യേശുവിന് സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൻ്റെ ആ ഒരു ചൈതന്യത്തിലേക്ക് കടന്നു വരുവാനാണ് യേശുവിനോട് പറഞ്ഞു വയ്ക്കുക. മറ്റുള്ളവരെന്ത് പറഞ്ഞോട്ടെ, മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിക്കോട്ടെ, എന്നിരുന്നാലും യേശു എന്നെ കാണുന്നു എന്നുള്ള വ്യക്തമായിട്ടുള്ള ചിന്തയാണ് അവൻ്റെ സൗഖ്യത്തിന് കാരണമായി തീരുക. സിനഗോഗിൻ്റെ മധ്യത്തിലേക്ക് കടന്നു വരുന്ന അവനെ യേശു സൗഖ്യപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുകയാണ്. എന്നാൽ ആ സമൂഹം മുഴുവൻ യേശുവിനെ വിശ്വസിക്കുവാൻ കഴിയാതെ അവൻ്റെ പ്രവൃത്തിയിൽ വൈര്യം പൂണ്ട് യേശുവിനെ ദ്വേഷിക്കുന്ന ഒരവസ്ഥയിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മൾ യേശുവിൻ്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനോടൊപ്പമായിരിക്കുക, അവനെ പിൻചെല്ലുവാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രാധാന്യം. നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് പരിശോധിക്കാം. ഞാൻ യേശുവിനെ അവൻ്റെ വചനത്തിനനുസരിച്ച് അവനോടൊപ്പം നടുവിലേക്ക് മാറ്റപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അതോ ഇന്നും സമൂഹത്തിൻ്റെ കാണാപ്പുറങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു വ്യക്തിയാണ്? വിശ്വാസ ജീവിതത്തിൽ എൻ്റെ വളർച്ച എവിടെയാണ്? ഈ ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഉയരുകയും അത് ഉത്തരം കണ്ടെത്തുകയും ചെയ്യേണ്ടത് നമ്മളോരോരുത്തരുമാണ്. ആ ഉത്തരം കണ്ടെത്തേണ്ടത് വചനത്തിൻ്റെ വെളിച്ചത്തിൽ ആയിരിക്കണമെന്ന് കൂടി പറഞ്ഞു വയ്ക്കുകയാണ്. ക്രിസ്തു നമ്മളെ വിളിക്കുന്ന സമയങ്ങളിൽ അവനോടൊപ്പം നടുവിലേക്ക് മാറി നിൽക്കുവാൻ നമ്മുടെ ജീവിതങ്ങളിൽ സാധിക്കണം. ആ ഒരു വിശ്വാസ തീഷ്ണതയോടുകൂടി ആയിരിക്കാം.